സംശയം എന്താ, നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കും ഇനി ഭരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ നെഞ്ചിലേറ്റി എന്നുള്ളതിന്റെ ഒരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. ഞാൻ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പറയല്ല. തീർച്ചയായിട്ടും ഇത് വളരുമെന്നും അടുത്ത പ്രാവശ്യം നമ്മുടെ അമിത്ഷാ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഉണ്ടാവുമെന്നും ശുഭപ്രതീക്ഷ നൽകുന്നു. വികസിക്കണം. ഇന്ത്യ പൊതുവേ ലോകരാഷ്ട്രങ്ങളോടൊപ്പം വികസിച്ച് നല്ല ഒരു മുൻപന്തിയിൽ ലോകരാജ്യം അറിയുന്ന പോലെ നമ്മുടെ ഇന്ത്യ വളർത്തിയെടുക്കുന്നതിനുള്ള താല്പര്യം പൊതുജനങ്ങളിലും സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്. പഞ്ചായത്തിലൂടെ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ബി.ജെ.പി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അവിഭാജ്യമായ ഘടകമാണ്. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ ഭൂരിപക്ഷത്തോടെയാണ് ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ആ മൂന്നാം മുന്നണിയല്ല, ഒന്നാം മുന്നണി. ഇത് മോദി നമുക്ക് തന്ന ഉറപ്പാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ തീർച്ചയായിട്ടും ജനങ്ങൾ നെഞ്ചിലേറ്റും, ബി.ജെ.പിയെ ജയിപ്പിക്കും വൻ ഭൂരിപക്ഷത്തോടെ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി.ജെ.പി ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം കൈവരിച്ച ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ പറഞ്ഞാൽ കേരളത്തിന്റെ തലസ്ഥാനം തന്നെ ബി.ജെ.പിയുടെ ഭരണത്തിന് കീഴിലായി. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഈ ഒരു തരംഗം കേരളം മുഴുവൻ അലയടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്, 100% തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്. പഞ്ചായത്തിലൂടെ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്കത് മുകളിലോട്ട് പോകുന്നതോറും അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇപ്പോൾ വീട് തോറും പോയി നമ്മൾ ജനങ്ങളെ കാണുന്ന സമയത്ത് അവർ ബി.ജെ.പിയെ പഴയതിലും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്രതികരണം? തീർച്ചയായും. കാരണം കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന് കിട്ടിയ വോട്ടിനേക്കാൾ വളരെ ഭൂരിപക്ഷത്തോടെയാണ് ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം തിരുവനന്തപുരം ഇപ്പം നമ്മുടെ കയ്യിലും, അതുമാത്രമല്ല ഇന്ന് ഇത്രയും ജനങ്ങളെ കണ്ടപ്പോൾ, ഇത്രയും ജനപ്രതിനിധികളെ ബി.ജെ.പിയുടെ ബാനറിൽ മത്സരിച്ച് ജയിച്ച് ഇത്രയും ജനപ്രതിനിധികളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരുമെന്നും അടുത്ത പ്രാവശ്യം നമ്മുടെ അമിത്ഷാ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഉണ്ടാവുമെന്നും ശുഭപ്രതീക്ഷ നൽകുന്നു. സംശയം എന്താ, നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കും ഇനി ഭരിക്കുന്നത്. വലിയ മാറ്റം. കാരണം വേണം വികസനം, മാറ്റം വേണം. ജനം അത് ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായി ജനങ്ങളെ നോക്കാനും അവരെ സംരക്ഷിക്കാനും അവരുടെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാനും ബി.ജെ.പി സദാ സന്നദ്ധമാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ തീർച്ചയായിട്ടും ജനങ്ങൾ നെഞ്ചിലേറ്റും, ബി.ജെ.പിയെ ജയിപ്പിക്കും വൻ ഭൂരിപക്ഷത്തോടെ. ഇപ്പോൾ പണ്ടത്തേക്കാൾ ഉപരി ആളുകളിലേക്ക് ബി.ജെ.പി കുറച്ചും കൂടി അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് തീർച്ചയായിട്ടും. ഇന്ന് ബി.ജെ.പി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അവിഭാജ്യമായ ഘടകമാണ്. ഒരു മൂന്നാം മുന്നണിയായി തന്നെ ഉയർന്നു വന്നു അല്ലേ? ആ മൂന്നാം മുന്നണിയല്ല, ഒന്നാം മുന്നണി. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇതിനു മുമ്പത്തെ ഒരു തെരഞ്ഞെടുപ്പിലാണ്. പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ നിന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടത്തെ കാട്ടി ആ ഒരു മത്സരത്തും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരവും എന്താണ് ജനങ്ങൾക്കിടയിൽ വന്ന വ്യത്യാസമായിട്ട് നോക്കിക്കാണുന്നത്? ഞങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഏതൊരു ജനപ്രതിനിധിയും മത്സര രംഗത്തേക്ക് കടന്നു വരുന്നതും പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ വരുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർട്ടി എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഒതുങ്ങി നിന്നിരുന്ന ഞാൻ അത് കഴിഞ്ഞ് മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മറ്റ് ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടായിരുന്നെങ്കിലും പൊതുവെ ജനങ്ങളുടെ ഇടയിലേക്ക് മികച്ച സ്വീകാര്യത ലഭിച്ച ഒരു ഇലക്ഷനായിരുന്നു ലോക്സഭാ ഇലക്ഷൻ. അവിടെ നമുക്ക് കോൺഗ്രസിന് ആ ലോക്സഭാ മണ്ഡലത്തിലുള്ള പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ മത്സരത്തിന് തയ്യാറായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം അവിടെ വോട്ട് നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചു. അവിടെയുള്ള ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ കഴിവും സാധ്യതകളും അവിടെയും തെളിയിക്കാൻ സാധിച്ചുകൊണ്ടാണ് മുൻപോട്ടുള്ള യാത്രയിൽ തുടക്കം കുറിച്ചത്. 100% ഉണ്ടായിരിക്കും. അതൊരു മാറ്റമാണ്. കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. അതുകൊണ്ട് കേരളത്തിലെമ്പാടും 14 ജില്ലകളിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഏകദേശം ഈ പറഞ്ഞ 40ഓളം സീറ്റുകളിലേക്ക് ബി.ജെ.പി അധികാരത്തിലെത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കേരളം മുഴുവൻ ഉണ്ടാവും, എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. ബി.ജെ.പി ക്രമാതീതമായിട്ട് വോട്ട് വർദ്ധിപ്പിക്കും. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള ഇപ്പം ജയിച്ചിരിക്കുന്ന പഞ്ചായത്തിലൊക്കെ നമ്മുടെ ഭരണസമിതികൾ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ബി.ജെ.പി മുന്നേറ്റം ഉണ്ടാവും. ശോഭാ സുരേന്ദ്രനെ പോലുള്ള, രാജീവ് ചന്ദ്രശേഖർജിയെ പോലുള്ള നിരവധി ആൾക്കാർ ജയിച്ചു വരും. അല്ല, അതാണ് ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷനായിരുന്ന ശ്രീ അമിത്ഷാജി ഇന്നിപ്പോൾ പറഞ്ഞത്. ഒറീസയിൽ 2 സീറ്റായിരുന്നു. ആ 2 സീറ്റാണ് അവിടെ ഭരണത്തിൽ വന്നത്. അതുപോലെ പശ്ചിമ ബംഗാളിലും ഒക്കെ തന്നെ നമ്മൾ നടത്തിയ മുന്നേറ്റം. 2 സീറ്റിൽ നിന്ന് നമ്മൾ ലോകസഭ പിടിച്ചില്ലേ? ഭാരതം 3-ാം തവണ അധികാരത്തിലേറിയില്ലേ? അതുകൊണ്ട് ഇവിടെ 1 സീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചു. അഹമ്മദാബാദിൽ 1988
അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടാണ് BJP ആദ്യമായിട്ട് അവിടെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കേരളം മൊത്തം മാറും. മാറാത്തത് മാറും. മാറിയല്ലേ പറ്റൂ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിൽ വരണമെന്ന് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുഴുവൻ സീറ്റും പ്രതീക്ഷിക്കുക ഞങ്ങൾ. കേരളത്തിൽ ഇപ്പം നടന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഇലക്ഷനോട് സംബന്ധിച്ച് വന്നൊരു പ്രതീക്ഷ ആൾ ഇന്ത്യയിൽ കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് വിവിധ നേതാക്കൾ കേന്ദ്രത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുകയും പ്രവർത്തകർക്ക് ആവേശം കൊള്ളുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ പറഞ്ഞറിയിക്കാനാണ് എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് കേരളത്തിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഇത്ര വലിയ വിജയം നേടും എന്നുള്ളത് പലരും പ്രതീക്ഷിച്ചൊരു സംഗതിയല്ല. ഒരുപക്ഷെ ഇതിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെ പോലെയുള്ള ആളുകൾക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100 വർഷം തികയുന്ന വർഷമാണ്. പൊതുവെ സംഘടനാ പ്രവർത്തനം വളരെ ഉന്നതിയിലെത്താൻ വിവിധ ക്ഷേത്രങ്ങളിൽ എല്ലാ മേഖലകളിലും നമ്മുടെ സംഘടനാ പ്രവർത്തനം എത്തിക്കണം എന്നൊരു തീരുമാനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ തദ്ദേശീയ ഇലക്ഷനിൽ സംഘത്തിൻ്റെയും മറ്റു പരിവാർ സംഘടന എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേർന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? കാരണം ഇന്ന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞൊരു വാക്യമുണ്ട്, വികസിത കേരളം. ഇതുവരെ നടപ്പിലാവാത്ത നമ്മുടെ വികസിത കേരളം അത് നടപ്പിലാകും. അത് മോദി നമുക്ക് തന്ന ഉറപ്പാണ്. അമിത്ഷാജി നമ്മോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നടപ്പിലാക്കാൻ പാലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2025 അമിത്ഷാജി വന്ന് പറഞ്ഞത്. അത് കൃത്യമായി ഇവിടെ നടപ്പിലാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് മാതൃക. തീർച്ചയായും മാറാത്തത് മാറും. കാരണം ഗ്രാമാന്തരങ്ങളിൽ തന്നെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് BJP. കാരണം ഞങ്ങളുടെ പാലക്കാട് പോലുള്ള ജില്ലകളിൽ വൻ മുന്നേറ്റമാണ് പ്രശ്നം BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൊത്തം ഉദാഹരണമാണ് തലസ്ഥാനമായ തിരുവനന്തപുരം. തീർച്ചയായിട്ടും കാര്യം വികസിക്കണം. ഇന്ത്യ പൊതുവേ ലോകരാഷ്ട്രങ്ങളോടൊപ്പം വികസിച്ച് നല്ല ഒരു മുൻപന്തിയിൽ ലോകരാജ്യം അറിയുന്ന പോലെ നമ്മുടെ ഇന്ത്യ വളർത്തിയെടുക്കുന്നതിനുള്ള താല്പര്യം പൊതുജനങ്ങളിലും സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എന്തായാലും ഇന്ത്യയിലും പൊതുവേ വികസനം മറ്റുള്ള രാഷ്ട്രങ്ങളോടൊപ്പം ട്രെയിനിൻ്റെ ആയാലും പ്ലെയിനിൻ്റെ ആയാലും ഏതായാലും നമുക്ക് വികസനം ലോകരാഷ്ട്രങ്ങൾ അറിയണം ഇന്ത്യ എന്താണെന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വികസനമുണ്ട്. എന്നിരുന്നാലും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അത് പ്രത്യേകിച്ചെടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതിനുള്ള ശ്രമം പൊതുജനങ്ങളുടെ സഹകരണമാണ് ഏറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എന്നും ഉണ്ടാകും. അതിനോട് ഞാൻ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പറയല്ല, വികസനത്തിനോട് മാത്രം ഞാൻ ചെയ്യും. കാര്യം ഇപ്പം എൻ്റെ വയസ്സ് 73 വയസ്സായി. ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്ത് റെയിൽവേയിലൊന്നും വികസനമില്ല. എല്ലാ വികസനവും പിന്നെ ഇവിടുന്ന് നിർമ്മാർജ്ജനം പട്ടിണി കിടക്കുന്ന ഭിക്ഷക്കാർ കംപ്ലീറ്റ് നിർമ്മാർജ്ജനം ചെയ്ത് അവർക്ക് ഒരു അവസരം ഉണ്ടാക്കി രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കാൻ എല്ലാ വ്യക്തികളും ഒരുപോലെ നിൽക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇത്രയും 74 ഇയേഴ്സ് ആയെന്ന് പറഞ്ഞല്ലോ ഏജ്. അപ്പോൾ ഇടതും വലതും മാറി മാറി ഭരിച്ച ഒരു കേരളം നല്ല രീതിയിൽ കണ്ട ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? അവരവരുടെ സ്വാർത്ഥ താല്പര്യമാണ് പാർട്ടി വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതല്ല. ജനങ്ങൾക്ക് മുന്നോട്ട് പോകണം, ആ ഒരു രീതിയിലാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒത്തൊരുമിച്ച് ജീവിക്കും. നമ്മുടെ വികസനം ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്കുണ്ട്. പ്രായമല്ല, പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തനം. എപ്പോഴും നന്നായിരിക്കണം. മോദിജി വരാൻ പോകുന്നു, അമിത്ഷാജി വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിയമസഭയിൽ നമുക്കൊരു 30-35 സീറ്റ് പ്രതീക്ഷയുണ്ട്. അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം 100 വർഷം പൂർത്തീകരിച്ച ഒരു സമയം കൂടിയാണല്ലോ. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിന്റെ ഒരു പ്രതീകമായിട്ട് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ BJPയും RSSും ഒരുമിച്ച് ഒരു ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് കേരളം മുഴുവൻ ഈ അച്ചടക്കം നമുക്ക് പ്രതീക്ഷിക്കാമോ? 100% സംഘം തന്നെയാണ് ഇതിന്റെ പിന്നിൽ അത്രയും വർക്ക് ചെയ്യുന്നത്. സംഘത്തിന്റെ വർക്കില്ലെങ്കിൽ പിന്നെ ഒന്നും ഇതിനകത്ത് BJP. ഞാനൊക്കെ സ്വയംസേവക്കാണ്. ഏകദേശം 51 വർഷത്തോളം സ്വയംസേവക്കാണ്. ഞാൻ 4ാമത്തെ വയസ്സിൽ പോയ ആളാണ്. സംഘത്തിൻ്റെ പല ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്.